ഇടുക്കി സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ വനവാസി യുവതി കൊല്ലപ്പെട്ടു. സിംഗുകണ്ഠം സ്വദേശിനി മാരിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകന് ഗുരുതരമായി പരിക്കേറ്റു. മാരിയുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കണമെന്നും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. ആവശ്യം അംഗീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. സുബിൻ തോമസിന്റെ റിപ്പോർട്ടിലേക്ക്. ഞാനിപ്പോഴുള്ളത് ഇന്ന് രാവിലെ കാട്ടാനാക്രമണം നടന്ന സൂര്യനെല്ലിയിലാണ്. സൂര്യനെല്ലിയിൽ ഈ പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കാട്ടാനാക്രമണം നടന്നത്. ഇന്ന് രാവിലെ 8:30 കൂടിയാണ് കാട്ടാനാക്രമണം ഉണ്ടാകുന്നത്. കുട്ടിയെ സ്കൂളിൽ വിടാനായി പോയ മാരി എന്ന യുവതിയാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഭാഗത്ത് വെച്ചാണ് കാട്ടാന ആക്രമിക്കുന്നത്. കുട്ടികളുടെ ബാഗും അതോടൊപ്പം തന്നെ തുണികളെല്ലാം തന്നെ ഇവിടെ നിരന്ന് കിടപ്പുണ്ട്. ഇന്ന് രാവിലെ 8:30 കൂടി സ്കൂളിലേക്ക് കുട്ടിയെ വിടാൻ പോകുന്നു. ഈ ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗത്ത് നിന്നാണ് കാട്ടാന മുകളിലേക്ക് കയറി വന്നത്. 2 കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ആനയും അതോടൊപ്പം തന്നെ ഒരു കുട്ടി ആനയും ഉണ്ടായിരുന്നു. ഈ സമയത്ത് വലിയ രീതിയിലുള്ള മൂടൽമഞ്ഞ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവർക്ക് കാട്ടാനയെ കാണാൻ കഴിഞ്ഞില്ല. അവതവച്ചാൽ കാട്ടാനയുടെ മുമ്പിൽ പെടുന്നവർ ഈ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും കാട്ടാന അവരെ ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ മാരി സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന മകൻ ദീക്ഷിതിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റു. നിലവിൽ ദീക്ഷിത് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് കുട്ടിയെ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും രാവിലെ തന്നെ ഈ ഭാഗത്ത് ഉടലെടുത്തിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതായത് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വിവരം കൈമാറുന്നതിൽ ഒരു ഭാഗപ്പിഴയുണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് എന്തായാലും നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ പ്രദേശവാസികളായ ചില ആളുകൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. ചേച്ചി, സ്ഥിരമായി കാട്ടാനകൾ എത്തുന്ന ഒരു പ്രദേശമാണ്, നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ്. അത് തന്നെ, അംഗൻവാടി കുട്ടികൾ തുടങ്ങി മറ്റു രോഗികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്നവർ എല്ലാവരും ഇതിലെ തന്നെ പോകുന്നതാണ്. പക്ഷേ സീറോ ഇങ്ങനെ തന്നെ ഉണ്ട്. ഇത് ആണം ഇടിച്ചിട്ട് കുറേ മരണങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി ഇതിൽ ആൾക്കാർ നടക്കാനും പോകാൻ എല്ലാവരും പേടിയായി. അതിനുള്ള നടപടിക്ക് എടുത്ത് സംവിധാനം ഉണ്ടാക്കി തരണം. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറുന്നുണ്ടോ? എങ്ങനെയാണ് ആ കാര്യങ്ങൾ? കൈമാറുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായവരുടെ ആ സ്മാർട്ട് ഫോൺ ഇല്ലാതെ കൊണ്ട് അവർക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. മഴയായതുകൊണ്ട് 2 ദിവസം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ അവർക്ക് അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് രാവിലെ നല്ല മഴയായിരുന്നു. അതിനെ ഇനിയും കൂടി ഇച്ചിരി കൂടി ഇമ്പാർട്ടൻറ്റ് ചെയ്യണം. അവർ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അത്തരത്തിലാണ് വനംവകുപ്പിൻ്റെ ഒരു കൃത്യമായ നിരീക്ഷണം കൂടുതൽ ആവശ്യമുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്ന് ഉച്ചതിരിഞ്ഞ് ഈ ഒരു യോഗം, ഒരു സർവകക്ഷി യോഗം സൂര്യനെല്ലിയിൽ ചേരുന്നുണ്ട്. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ചേരുന്നു എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കൃത്യമായ ഒരു നടപടിയില്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലാണ് എന്തായാലും നാട്ടുകാരുള്ളത്. നിലവിൽ മാരിയുടെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇന്ന് വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിമാലിയിൽ കുട്ടിയെ കണ്ട ശേഷം വനംവകുപ്പ് മന്ത്രി ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷമാകും ഈ യോഗം ഉൾപ്പെടെ നടക്കുക. ഈ യോഗത്തിൽ കൃത്യമായ ഒരു തീരുമാനം, ഈ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട്ടുകാർ അവതരിപ്പിക്കും. അതിനുശേഷം കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് എന്തായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ മാരിയുടെ ബന്ധുക്കളുമുള്ളത്.